വ്യക്തിപരമായ പ്രതിച്ഛായയ്ക്ക് രാഷ്ട്രീയ നേതാക്കൾ വലിയ പ്രാധാന്യം നൽകാറുണ്ട്. കോൺഗ്രസ് നേതാക്കളുടെ കാര്യത്തിലാകുമ്പോൾ അതല്പം കൂടും. പ്രതിച്ഛായ നിർമ്മാണം കോൺഗ്രസ് പാർട്ടിയിൽ ഒരു മോശം കാര്യമല്ല. വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാലുമെല്ലാം പ്രതിച്ഛായ നിർമ്മാണത്തിന് പല വിദ്യകളും പയറ്റുന്നവരാണ്. ഇപ്പോൾ വിഷയം രമേശ് ചെന്നിത്തലയുടെ പ്രഭാത നടത്തമാണ്. ജില്ലാ ആസ്ഥാനങ്ങളിൽ സ്വന്തം ഗ്രൂപ്പുകാരുടെ മുൻകൈയിൽ ചെന്നിത്തലയും ഗ്രൂപ്പുകാരും നടക്കുന്നതാണ് പരിപാടി. മയക്കുമരുന്നിനെതിരായ പ്രഭാത നടത്തമെന്നാണ് പരിപാടിയുടെ പേര്. കഴിഞ്ഞ മെയ് 29-നാണ് പരിപാടിയുടെ തുടക്കം. തിരുവനന്തപുരത്തായിരുന്നു ആദ്യ പരിപാടി. പാളയം ഇമാമും കുറേ സ്വാമിമാരും വൈദികരുമെല്ലാം പരിപാടിയിൽ പങ്കെടുത്തു. പിന്നീട് രമേശ് ചെന്നിത്തലയ്ക്ക് ഒഴിവുള്ള ദിവസം നോക്കി മറ്റു ജില്ലാ ആസ്ഥാനങ്ങളിലും പരിപാടി സംഘടിപ്പിക്കുകയാണ്. ഈ പരിപാടി KPCCയുടെ പരിപാടിയല്ല, രമേശ് ചെന്നിത്തലയുടെ സ്വന്തം പരിപാടിയാണ്. ചെന്നിത്തലയുടെ സൗകര്യം നോക്കി ഓരോ ജില്ലകളിലായി പരിപാടി സംഘടിപ്പിക്കുകയാണ്. ചെന്നിത്തലയുടെ അനുയായികളായ ഏതാനും പേർ ഒരു ജില്ലയിലെത്തുന്നു. അവർ പാർട്ടി പ്രവർത്തകരെയും അതുപോലെ തന്നെ ഗ്രൂപ്പ് നേതാക്കളെയുമെല്ലാം വിളിച്ചുകൂട്ടുന്നു. ചെന്നിത്തലയുടെ സൗകര്യം നോക്കി അദ്ദേഹം എത്തുന്നു. മതസാമുദായിക സംഘടനകളെയും പരിപാടിയിലേക്ക് ക്ഷണിക്കാറുണ്ട്. ക്ഷണിക്കപ്പെട്ടവരെയും കൂട്ടി ചെന്നിത്തലയും കൂട്ടരും 4-5 കിലോമീറ്റർ നടക്കുന്നതാണ് ഈ പരിപാടി. തുടർന്ന് മയക്കുമരുന്നിനെതിരായ ഒരു സന്ദേശവും നൽകും. മയക്കുമരുന്നിനെതിരായ സന്ദേശത്തെക്കാൾ ഈ പരിപാടി ലക്ഷ്യമിടുന്നത് രമേശ് ചെന്നിത്തലയുടെ അതിജീവനമാണ്. വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലും കേരളത്തിലെ കോൺഗ്രസിൽ കളം പിടിച്ചതോടുകൂടി താൻ ഔട്ടായി പോകുന്നു എന്നൊരാശങ്ക രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. അത് മറികടക്കാനാണ് ഈ പരിപാടി. UDFന് അധികാരം ലഭിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിക്കുന്നവരിൽ രമേശ് ചെന്നിത്തലയും ഉണ്ടാകും. അതിന് അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കണം. അതിനുവേണ്ടിയുള്ള പരിപാടിയാണ് ഇപ്പോൾ നടത്തുന്ന ഈ പ്രഭാത നടത്തം. ചെന്നിത്തല ഗ്രൂപ്പുകാരെ പുനഃസംഘടിപ്പിക്കുന്ന പരിപാടിയും ഇതോടൊപ്പം നടക്കുന്നുണ്ട്. ചെന്നിത്തല ഗ്രൂപ്പിനെ പുനഃസംഘടിപ്പിക്കുന്ന പരിപാടിയാണ് മെയിൻ. ഒപ്പം മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനവും നടത്തുന്നുവെന്ന് മാത്രം.